സ്റ്റാർട്ട് മാറിപ്പോയതാ. ചിക്കൻ്റെ സ്പെഷ്യൽ മസാല എന്നോടല്ലേ ചോദിച്ചത് എന്താ പരിപാടി ചോദിച്ചാൽ ചിക്കൻ സ്പെഷ്യൽ മസാല എന്നൊക്കെ പറഞ്ഞു വെറുതെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ജസ്റ്റ് 3 kg. ഈ ജീരകം അധികം വേണ്ട, കാരണം വെള്ളം തിളപ്പിക്കുന്ന ജീരകം. അത് ഇടും അതില് കുറച്ചിട്ട് ഉലുവ, ഓർഗാനിക് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനം. suka vinegar. Okay. Then chicken soft oil. What is this? Soy sauce. Okay. I'm ആരും കാണാത്ത സാധനം. ഇതൊന്നും ആരും ചെയ്യൂല. കാരണം അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഹണി, little bit honey. അടി പിടിക്കും. എന്താ മുളകും പൊടി ഇപ്പുറത്തെ ഷെൽഫിലുണ്ടാവും. വീഡിയോ എടുത്തോണ്ടിരിക്കുക. കട്ടായില്ല. കട്ടാക്കണ കട്ടാക്കിയ പ്രേക്ഷകർ വിചാരിക്കും അഭിനയാന്ന്. അത് തന്നെയല്ലേ തെരഞ്ഞ്. കാശ്മീരി ഉണ്ടല്ലോ, അതിലുണ്ട്. അയ്യപ്പ തുറന്നതിൽ തന്നെ ഉണ്ട് ഒരു ഉണ്ട പാത്രം. ആ അതന്നെ. മുളക് പൊടി നമ്മൾ എപ്പോൾ ഇടുമ്പോഴില്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച്, കാരണം ബാബി സ്പെഷ്യൽ കാശ്മീരി. ബാബി താങ്ക് യു. എന്താ പ്രശ്നം എന്നറിയോ, മുളക് പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാലേ ചിക്കൻ പൊരിക്കുമ്പോൾ മുളക് പൊടി പെട്ടെന്ന് കളി ചിക്കൻ്റെ ആ കളറും ആ ടെസ്റ്റും ആ ടെസ്റ്ററും അങ്ങനെ സാധനമൊക്കെ മാറും. അപ്പം ഇതിട്ടാലും മാറില്ലേ മല്ലിപ്പൊടി? അതന്നെ ഈ മസാലകൾ അധികം ഇടരുത്. സ്പൈസസ് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, നല്ല പച്ചമുളക്, കുരുമുളക് ഇത് പൊടിച്ച് ചേർക്കും, അരച്ച് പൊടിച്ച് ചേർക്കും. ഇത് ചിക്കൻ മസാല. ഇറ്റ്സ് മെയിൻ ഓഫ് ടേസ്റ്റി. എന്തൊന്നും മിക്സ് ആക്കാത്ത ലാസ്റ്റ് ഇതിൽ ചേർക്കേണ്ട 3 മെയിൻ സാധനമുണ്ട്. കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി. ഇതിപ്പോൾ ചിക്കൻ പക്കോട ആവുമോ? അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതലാക്കിയത്. പിന്നെ വേണ്ട മെയിൻ ഒരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, സുർക്ക, ആ പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. കളർ ആഡ് ചെയ്യേണ്ടവർക്ക് കളർ ആഡ് ചെയ്യാം. കളർ കുറവുണ്ടല്ലോ അല്ലേ? കളർ കുറവുണ്ടല്ലോ. ആ, നമുക്ക് കാശ്മീരി കുറച്ചുകൂടി ചേർക്കാൻ വേണ്ടി. പിന്നെ ചിക്കന് ഇങ്ങനെ
ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ പറയുക, അല്ലേ നല്ല മസിൽ പിടിച്ചാൽ ഞാൻ മസിലില്ലല്ലോ. ഇല്ലാത്തവരെന്ത് ചെയ്യും? ഉള്ള മസിൽ പിടിക്കണം. നമുക്ക് മസിലും കുട്ടി ഇല്ലാത്തവരാണ് എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യണ്ടാവും. നമുക്കെല്ലാം ഒരു അറിയുള്ളൂ. ഇത് തരികിടാന്ന് പറയും, ആമാരെ കൊണ്ട് പണിയെടുപ്പിക്കാം. അറിയാഞ്ഞിട്ടല്ലേ. പിന്നെ ചിക്കൻ ചില്ലി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി ഇടപെട്ടെ, ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. കാലടക്ക്, കാല് ഉടക്കല്ലേ. ഇത് വേറൊന്നുമില്ല, യോയിത്ത് വേപ്പിൻ്റെ എങ്ങനെയാണ് അതാണ് വേണ്ടത്. ടാറ്ററല്ല നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. കളറിന് കുറച്ച് കാശ്മീരി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്താൽ റെഡിയായി. കളർ ഇല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. ഒന്നാമത് ഇതിലേ മുളക് പൊടി എല്ലാം ചേർക്കുന്നുണ്ട്, കളറാ ചേർക്കുന്നത്. ശരിക്കും കളർ എടുത്താലാണ് കളർ ഇട്ടുള്ളൂ. മുളക് പൊടി എടുത്താൽ കരിയും. ഞങ്ങളത് പ്രിഫർ ചെയ്യില്ല, എനിക്ക് നിങ്ങളുടെ ഇഷ്ടം. എവിടെ ചിക്കൻ മസാല വിളിച്ചോ കുറക്കണ ചിക്കൻ മസാല ആ പച്ച പാത്രത്തിൻ്റെ ഇൻഗ്രീഡിയൻസോ MBD പിടിക്കാനോ നോക്കിക്കോ. ഇൻഗ്രീഡിയൻസ് എന്താണ് അതാ? എന്തിൻ്റെ? ചിക്കൻ്റെ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. പിമ്മിയുള്ളതല്ലേ, വേറെ ഒന്നുമല്ലായിരുന്നു. ചൈനക്ക് ചെന്നൈ എന്ന് പറയും, ചെന്നൈക്ക് ചൈന എന്ന് പറയും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വളരെ ചെറുത്. ലാംഗ്വേജിൻ്റെ ഒരു വേറെ ഒന്നുണ്ടല്ലോ. എന്താണ് ഞാൻ പറഞ്ഞു കേട്ട് കേട്ടിട്ട് ഞാൻ പറയലോ. നട്ട്സിന് നഗറ്റ്സ്. ചില ദിവസങ്ങളിലേ കുഞ്ഞാത്ത വയ്ക്കും സ്കൂളിൽ വന്നാൽ ഞങ്ങൾക്ക് നഗറ്റ്സ് വേണമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും നഗറ്റ്സ് പൊരിച്ച് വെച്ചിട്ടുണ്ടാവുന്നു. ആ വേണമെന്നറിയും. അപ്പോൾ നട്ട്സിൻ്റെ പാത്രമായിട്ട് വരുന്നു. അടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ ആയിട്ട് വരും. എന്നാ നട്ട്സിന് നേരെ തിരിച്ചും പറയും, നഗറ്റ്സിന് നട്ട്സ് പറയും. അപ്പോൾ വേറെല്ലല്ലോ തൊലിക്കണ മറ്റേ നമ്മുടെ സീഡിന് CD കേരള വെളിച്ചെണ്ണ അല്ലേ? അയ്യേ, ഇതാണ് ഷെഫ്. ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. കാരണം എന്താ അറിയോ, പല മസാലയുടെ ടേസ്റ്റ് കൂടിയിട്ട് ഇത് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, സാൾട്ട് ആദ്യം. പല മസാലയുടെ ടേസ്റ്റും അതിലത്തെ ഒരു സാൾട്ട് ഫ്ലേവറും. എന്താ മസില്? ഇന്ത്യൻ സ്പേസ്. ഇതിനെന്തൊരു പേര് പറയല്ലോ, ഇന്ത്യൻ ബ്ലാക്ക് ഗോൾഡ്. സൂം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഇതാ നേരെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ, ഇതാ എല്ലാം റെഡിയായി. ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. വേപ്പിൻ്റെ ലുക്ക് മാത്രം തീരെ പോരല്ലേ? കുഴപ്പമില്ല, എഡിറ്റ് ചെയ്തിട്ട് പച്ച കളർ ആക്കിക്കളാം. അതൊന്നും നടക്കില്ല. ചിക്കൻ പൊരിക്കണത് പക്ഷേ താത്തയാണ്.
ചിലപ്പോ എന്റെ പാട്ട് കോപ്പറേറ്റ് ചെയ്തോ. ചന്ദനക്കാട്ടിന് പോലും മനസ്സിലാവാത്തൊരു പാട്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതതിലും വരും. ചിലപ്പോ ഇത് കോപ്പറേറ്റ് വരും. ഇത് കറക്റ്റാണ്. കൃത്യ ഇനി കുത്തി നടക്കല്ലേ ഇടിച്ച്. ഞാൻ മസാല ഇട്ടാവും പോരാ, നന്നായി ഇതാക്കി തന്നവും പോരാ, ഇനി കൊളാക്കല്ലേ. ഇപ്പൊ വെളിച്ചെണ്ണയിൽ കിട്ടാം. ഇതൊന്നും കൂട്ടിയതില്ല മോനെ. എന്താ ഈ കറിയുടെ ടേസ്റ്റ് എന്നറിയണം. ഞാൻ എന്താ ആരെനിക്ക് ഉണ്ടാക്കി തരുമോ? പിന്നെ എന്റെ റെസിപ്പിക്കായി അടിപൊളിയല്ലേ? പത്തിരി ഉണ്ടാക്കുന്നത് അടിപൊളിയാ. അതില്ല അത്ര അടിപൊളി ഇതൊന്ന് കൂട്ടിയൊക്കെ നല്ല വിവരം പറയും. ഉണ്ടാക്കി കറിയും എന്നാ അതുകൊണ്ട് കൊണ്ടി കൊണ്ടിക്കോ. ഞാൻ കയ്യിലിടരുത്. അടിപൊളിയാ. സൂപ്പറാവാതിരിക്കോ. അതാണ്.